ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോമ്പോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വെറൈറ്റി ആയിട്ടൊരു ബിസ്ക്കറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിന് ആദ്യം വേണ്ടത് പാലും ബിസ്ക്കറ്റും പിന്നെ ബേക്കിംഗ് പൗഡറും ആണ്. അപ്പോൾ ഈ 3 കൂട്ടം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ബിസ്ക്കറ്റ് പൊടിച്ചിടാം. ഞാനിവിടെ എടുത്തേക്കണം ബോൺസിൻ്റെയും മാക്സിൻ്റെയും ക്രീം ബിസ്ക്കറ്റാണ്. അത് ഞാനൊരു 7 വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ 7 പാക്കറ്റും കേക്കിന് വേണ്ടിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്, 4 മാത്രമേ കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നല്ല പൊടി പോലെ ആയിട്ട് ആവണ വരെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് പൊടി നമുക്ക് ട്രെയിലേക്ക് എടുത്ത് മാറ്റാം. ഞാൻ 3 ഗ്ലാസ് ബിസ്ക്കറ്റ് പൊടിയാണ് ഉപയോഗിക്കുന്നത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും എത്തണമെന്ന് ഉറപ്പും വരുത്തുകയും വേണം. അതിനുശേഷം നമുക്ക് അതിനകത്ത് 1.5 ഗ്ലാസ് പാല് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാല് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാലേ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിനു മുമ്പ് തന്നെ പാത്രത്തിൻ്റെ അടിവശവും സൈഡും ഒക്കെ ഓയിൽ വെച്ച് നന്നായിട്ട് തടവി കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേക്ക് ഇനി ഗ്യാസിൽ വയ്ക്കാം. ഗ്യാസിൽ വയ്ക്കണേക്കാൾ മുമ്പ് ഞാൻ വെച്ചേക്കുന്നത് കണ്ടോ, ഇതുപോലെ തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ കേക്ക് അടി പിടിക്കും. ഒരു 30 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ബേൺ ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാം. ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് പൊടി വെച്ച് തന്നെയാണ് ഞങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിനകത്ത് നമ്മൾ 1 ഗ്ലാസ് പാല് മിക്സ് ചെയ്യുന്നു. ഒന്നല്ല, ഒരു 1/2 ഗ്ലാസ് മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഒരു 5 മിനിറ്റ് ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മീതെ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ അതായാലും മതി, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കത്തിയെടുത്ത് നമുക്ക് ബിസ്ക്കറ്റ് കേക്ക് മുറിക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് വളരെ ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് സംഭവം. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ബിസ്ക്കറ്റും പിന്നെ ബേക്കിംഗ് പൗഡറും പിന്നെ പാലും മാത്രം മതി. ഈ 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് സംഭവം ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ കേക്ക് ഭയങ്കര സിമ്പിളാണ് സംഭവം ഉണ്ടാക്കാൻ. അപ്പോൾ ഞങ്ങളുടെ ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും ഒന്ന് ഞെക്കുക. പിന്നെ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സൈനിങ് ഔട്ട്.